ഹായ് ഓൾ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു 8 കാര്യങ്ങൾ പറയാം. ഈ ഒരു 8 ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ താഴെ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. ഈ ഒരു 8 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റില്ല എന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ 8 സംഭവങ്ങൾ നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വയം നമ്മൾ നമ്മുടെ മൈൻഡിൽ തോന്നാറുണ്ട്, എന്നെക്കൊണ്ട് ഇതിന് സാധിക്കുമോ, അല്ലെങ്കിൽ ഇതെന്നെക്കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരും. ഇതെല്ലാം ഒരു നെഗറ്റീവ് സെൽഫ് ടോക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. സോ നമ്മളത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാര്യം നമ്മളിൽ സ്വയം ഒരു സംശയം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ അത് സക്സസ്ഫുൾ ആവില്ല. അത് നമ്മുടെ മൈൻഡ് എന്താണോ നമ്മൾ പഠിച്ചു വെക്കുന്നത് അത് തന്നെ ആയിരിക്കും നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങൾ സ്വയം ഒരു സംശയം വെക്കാതിരിക്കുക. ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എത്തണം. ഒരു കാരണവശാലും ഒരു നെഗറ്റീവായിട്ടുള്ള ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതെനിക്ക് അറിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകാതെ എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പഠിക്കും, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് ടോക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ്ങിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള ടോക്ക്, സെൽഫ് ടോക്ക് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? നീട്ടി വെക്കുക എന്നുള്ളത് മലയാളത്തിൽ പറയും. അതായത് ഇപ്പോൾ ഇത് ഭൂരിഭാഗം ആൾക്കാർക്കുള്ളൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യാൻ പറ്റൂല, ഇനിയിപ്പോൾ പിന്നീടാവട്ടെ, കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ പിന്നത്തേക്ക് വെക്കുക, എല്ലാം പിന്നത്തേക്ക് വെക്കുന്നുള്ള ആ ഒരു സ്വഭാവം അതൊരു കാരണവശാലും ഒരു മനുഷ്യനെ സക്സസ്ഫുൾ ആക്കില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നീട്ടി വെക്കുന്നു അതൊന്നും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവില്ല പിന്നീട്. അങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു കാര്യം, അതായത് എന്തൊരു കാര്യത്തെയും പിന്നത്തേക്ക് വെക്കുന്ന പരിപാടി, നിങ്ങൾ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഒഴിവാക്കിക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ ശീലം, നമ്മൾ ഒഴിവാക്കേണ്ട മൂന്നാമത്തെ ശീലം എന്താണെന്നുള്ളത് നോക്കാം. ലാക്ക് ഓഫ് ഫോക്കസ് ആണ്. അതായത് നമ്മളൊരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ സക്സസ്ഫുൾ ആകുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകാതെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. ഫോക്കസ് ഇല്ലായ്മ എന്നുള്ള ആ ഒരു സ്വഭാവം, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, പലരും വന്ന് പരാതി പറയുന്നതാണ് എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ആവശ്യക്കാരനാണെങ്കിൽ നമുക്ക് അതിൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ ഫോക്കസ് ഇല്ലായ്മ, അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിക്കോ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നാലാമത്തെ പോയിന്റാണ് പുവർ ഹെൽത്ത് ചോയ്സ്. അതായത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽത്തിന് നമ്മൾ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ സക്സസ്സിലേക്ക് എത്തുന്നതിൻ്റെ മാറ്ററാണ്. കാരണം ഇപ്പോൾ നമ്മൾ എത്ര കിടന്ന് കഷ്ടപ്പെടുന്നു, പക്ഷേ ഹെൽത്തിന് വേണ്ട രീതിയിലുള്ള പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ഇല്ല, ബോഡി വേണ്ട രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്നില്ല. ഇതിനൊക്കെ നിങ്ങളുടെ സക്സസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ പറയുന്ന ബോഡി, നിങ്ങളുടെ ഹെൽത്തിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അത് വീക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. കാരണം ഹെൽത്തും മൈൻഡും എന്ന് പറയുന്നത് രണ്ടും ഒരേ ഇതിൽ നീങ്ങുന്നതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പനി അല്ലെങ്കിൽ ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി ഡൗൺ ആകും. നിങ്ങളുടെ ബോഡി വീക്കാകുമ്പോൾ നിങ്ങളുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി വീക്കാകും. അതേസമയം നിങ്ങളുടെ മൈൻഡ് വീക്കാണെന്നുണ്ടെങ്കിൽ ബോഡിയും ഓട്ടോമാറ്റിക്കലി വീക്കാവും, അല്ലേ? അപ്പോൾ രണ്ടും കണക്റ്റഡ് ആണ്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ശീലം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ, അത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ദുശീലം എടുത്ത് മാറ്റുക. നിങ്ങളുടെ ബോഡിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, നിങ്ങളുടെ ഹെൽത്തിന് നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുക, അതിനെ കെയർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അഞ്ചാമത്തെ ദുശീലം അല്ലെങ്കിൽ ആ ഒരു ശീലം, മാറ്റിയെടുക്കേണ്ട ശീലം എന്താണെന്നുള്ളത് നോക്കാം. ഇഗ്നോറിങ് പേഴ്സണൽ ഗ്രോത്ത്. അതായത് നമ്മളെ സംബന്ധിച്ച് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് എന്താണോ അതിനെക്കുറിച്ച് അരച്ച് കലക്കി കുടിക്കുക എന്ന് പറയും, അല്ലേ? അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എവിടെ നിന്നൊരു ചോദ്യങ്ങൾ വന്നാലും അതിന് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയുന്ന വിധത്തിലുള്ള നോളജിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ആ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. പഠിക്കാൻ തയ്യാറല്ല. ചില ആളുകളെ സംബന്ധിച്ച് ചിലർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഞാൻ മറ്റു വ്യക്തിയെടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുമോ ഞാൻ തീരെ അറിവില്ലാത്ത ആളാണെന്ന് അയാൾ ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള തോട്ട് ഒന്നും നിങ്ങൾക്ക് വേണ്ട. പഠിക്കുന്നതിനകത്ത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്താഗതികളൊക്കെ കളയുക. നിങ്ങൾ ഒരു വ്യക്തിയോട് ചോദിച്ച് പഠിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കരുത്. നമ്മൾ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നമുക്ക് സക്സസ്ഫുൾ ആയി മാറാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ ഒരു കാരണവശാലും ചോദിച്ച് പഠിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, പഠിക്കുന്നൊരു വിഷയത്തിനോട്
പഠിക്കുന്നവനോട്, പഠിക്കുക എന്ന് പറയുന്നത് സ്കൂളിൽ പോയി പഠിക്കുന്ന മാറ്റർ അല്ല ഞാൻ പറയുന്നത്, നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് ഏതാണോ ആ ഒരു ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള മടി നമ്മൾ കാണിക്കാൻ പാടില്ല. അങ്ങനെയുള്ള മടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ദുശീലം നിങ്ങൾ ഇപ്പോഴേ എടുത്ത് മാറ്റിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. അൺപ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ടൈം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു മാറ്റർ വരുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന എന്താ പറയുക, നല്ല നല്ല സമയങ്ങൾ, നമുക്ക് കിട്ടുന്ന സമയങ്ങളെ നമ്മൾ പാഴാക്കി കളയുന്നു. പല ആളുകളും ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന പ്ലാറ്റ്ഫോംസാണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും ഇന്ന് സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ചുമ്മാതിരിക്കുക, എന്താ പറയുക, കിട്ടുന്ന സമയത്തൊക്കെയും പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോൾസ് വായിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ദുശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ എടുത്ത് മാറ്റിക്കോ. അത് മാറ്റാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു കാരണവശാലും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല എന്നുള്ളത് 100% ഷുവറാണ്. ഇനി എട്ടാമത്തെ പോയിന്റ് എന്താണ്? എട്ടാമത്തെ ശീലം നമ്മൾ മാറ്റിയെടുക്കേണ്ട എട്ടാമത്തെ ശീലം എന്താണ്? കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് ഒരു ഫീൽഡിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് അവിടെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവൻ ഒരു ദിവസത്തിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഏതൊരു ഫീൽഡിൽ അവൻ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവൻ ഒരു ദിവസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവൻ ചെയ്തു പോയി കഴിഞ്ഞാൽ അവൻ അവിടെ വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഓവറായിട്ടും വേണ്ട, കുറഞ്ഞും വേണ്ട. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്തു പോവുക. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് സക്സസ് ആകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്കൊരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്? ബ്ലെയിമിങ് അതേഴ്സ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇൻ കേസ് നമുക്കൊരു തെറ്റ് പറ്റിയാൽ പോലും നമ്മുടെ എന്താ പറയുക, ഒരു വർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയാൽ പോലും നമ്മുടെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും മടിയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയൊരു തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, അത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിക്കാൻ പല ആളുകൾക്കും മടിയാണ്. അതേസമയം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മളെ എന്താ പറയുക, നമ്മുടെ കുറ്റം മറച്ചു വെക്കുക, ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് അത് മാറ്റുക. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കുക, അതേ ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ആ ഒരു തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്കവിടെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളവിടെ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കത്തില്ല, നമ്മൾക്ക് വീണ്ടും ഈ തെറ്റുകൾ നമ്മുടെ ലൈഫിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്തി നടക്കാതെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് നമ്മൾ മുഖേനയാണോ എന്നുള്ളത് മനസ്സിലാക്കി ആണെങ്കിൽ അത് തിരുത്തി, ആ മിസ്റ്റേക്ക് തിരുത്തി അത് അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമ്മുടെ സമയം പാഴാക്കാതിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 8 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിക്കോ. ഇനി ഈ പറഞ്ഞ ശീലങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളത്, 8ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.